ദൈവത്തിന് സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായങ്ങൾ പറയുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടിയൻ ഒരുങ്ങുന്നു. 5-ാം അധ്യായം. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അധ്യായം 6. മനുഷ്യർ കാണുക അവരുടെ നീതിയെ നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ പള്ളികളിലും വീതികളിലും നിന്നുകൊണ്ട് നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അധ്യായം 7. നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നതെന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ നീക്കാതെ നില്ല് സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നതും എന്ത്? ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിമേൽ അലിച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിമേൽ അലച്ചു. ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെയൊക്കെയും യേശു പറഞ്ഞു തീർന്ന ശേഷം പുരുഷാരം അവന്റെ വാക്കിൽ വിസ്മയിച്ചു. തങ്ങളുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്.